ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജുബീന. മുഖം മനസ്സിന്റെ കണ്ണാടി ആണ് പറയുന്നത് പോലെ വായ നമ്മുടെ ബോഡി ഹെൽത്തിന്റെ കണ്ണാടിയാണ്. ഇത് ഞാൻ പറയുന്നത് അല്ല, ലോക പ്രശസ്ത ഫിസിഷ്യൻ വില്യം ഓസ്ലർ പറയുന്നതാണ്. മൗത്ത് ഈസ് ദ മിറർ ഓഫ് യുവർ ഹെൽത്ത്. ചെറിയ അസുഖങ്ങൾ മുതൽ വലിയ അസുഖങ്ങൾ വരെ അതിൻ്റെ ഓറൽ മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ വായിൽ കാണപ്പെടുന്നു. ഈ ഓറൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ വായിൽ പ്രകടമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ അസുഖങ്ങൾ നമ്മൾക്ക് എന്തൊക്കെയാണ് അതിൽ വായയിൽ പ്രകടമായ മാറ്റങ്ങൾ. ഈ ഓരോ അസുഖത്തിൻ്റെയും വായിൽ പ്രകടമായ മാറ്റങ്ങൾ നമ്മൾക്ക് മിക്കപ്പോഴും ഓരോ ഡിസീസസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇന്ന് ഞാൻ ഇവിടെ ഓറൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഈ ടോപ്പിക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. കാരണം ഈ ഇടയായി സോഷ്യൽ മീഡിയയിൽ കാണാനാണ് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തും എറണാകുളത്തും കൂടുതലായിട്ട് HIV കേസസ് യുവാക്കൾക്കിടയിൽ 15 to 24 ഇയേഴ്സിൽ ഉള്ള യുവാക്കൾക്ക് ഇടയിൽ ഇത് HIV കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ HIV അല്ലെങ്കിൽ എയ്ഡ്സ് നമ്മൾക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് എങ്ങനെ ഓരോരുത്തരുടെ വായി നോക്കിയാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് പ്രകടമാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ടിഷ്യൂസിന് പ്രകടമാക്കിയിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം ഷെയറിങ് ഈസ് കെയറിങ് ആണ്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടും ഇത് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ HIV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ HIV എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ പേരല്ല, അത് ഒരു വൈറസിന്റെ പേരാണ്. ഇത് ഒരു RNA വൈറസ് ആണ്. ഈ വൈറസ് നമ്മുടെ ബോഡിയിലെ CD4 സെൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഈ CD4 സെൽസ് എന്തിനാ വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്ന സെൽസ് ആണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ HIV വന്ന് CD4 സെൽസിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് കുറയുന്നത്. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുമ്പോൾ ഒരു CD4 സെൽസ് ഒരു 200-ൽ താഴെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് പല ഡിസീസസ് എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളും നമ്മൾക്ക് ഇതിൻ്റെ കൂടെ വരാം. എന്ന് പറയുന്ന പേരാണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് വരുന്നതാണ്. ഈ കുറേ അസുഖങ്ങൾ കൂടുന്നതിനാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CD4 സെൽസിന്റെ അളവ് 200 ബിലോ ആകുന്നത് അല്ലെങ്കിൽ 1 or more ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് വരുന്നതിനെ ആണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിൻഡ്രോമാണ്. HIV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എയ്ഡ്സ് ഉണ്ടാക്കുന്ന ആ ഒരു വൈറസിന്റെ പേരാണ് HIV എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇത് മെയിൻ ആയിട്ട് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ്. മെയിൻ ആയിട്ട് ബ്ലഡ്, പിന്നെ സെമൻ അല്ലെങ്കിൽ വജൈനൽ ഫ്ലൂയിഡ്സ് വഴി, അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ട് ട്രാൻസ്മിഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഫക്റ്റഡ് മദറിൽ നിന്ന് ഒരു ബേബിയിലോട്ട് ത്രൂ പ്രഗ്നൻസി അല്ലെങ്കിൽ ത്രൂ ഡെലിവറി അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ഇതിലൂടെയാണ് HIV പകരുന്നത്. ഇനി നമുക്ക് റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന കോമൺ നീഡിൽസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ കൊണ്ട് ആണ് മെയിൻ ആയിട്ട് നമ്മൾക്ക് HIV സ്പ്രെഡ് ആവുന്നതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒരിക്കലും നമ്മൾ ഒരു HIV പേഷ്യൻസിനോട് അടുത്ത് ഇടപെട്ടു എന്ന് വിചാരിച്ച് വരില്ല. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു കിസ്സിങ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു പൂളിൽ ബാത്ത് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ സെയിം ടവൽസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തു, ഫുഡ് ഷെയറിങ് ചെയ്തു, ഇതൊക്കെ കൊണ്ട് ഒന്നും HIV പകരുന്നത് അല്ല. ഇപ്പോൾ നമ്മൾ ഈ HIV ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ നൂതനമായിട്ടുള്ള ചികിത്സകളുണ്ട്. ഹാർട്ട് എന്ന് പറയും, ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. ഇത് നമ്മൾ ഏർലി ആയിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ഇത് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഏർലി ആയിട്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ HIV ബാധിച്ചവർക്ക് സാധാരണ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നത് ആണ്. യൂറോപ്യൻ കമ്മ്യൂണിറ്റി ക്ലിയർ ഹൗസ് 2002
3 കാറ്റഗറീസ് ആയിട്ട് ഈ ഓറൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് HIV പേഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ്ലി HIV അസോസിയേറ്റഡ് ലീഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ 1 ആണ് കാൻഡിഡിയാസിസ്. ഈ കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂപ്പൽ ബാധയാണ്. ഇത് ശരിക്കും ചില പേഷ്യൻസിലൊക്കെ പൂപ്പൽ ബാധ ഉണ്ടാവും. പക്ഷേ ഈ HIV സംബന്ധിച്ചിട്ടുള്ള പൂപ്പൽ ബാധയാണെന്നുണ്ടെങ്കിൽ അത് സിവിയർ ആയിരിക്കും, ക്രോണിക് ആയിരിക്കും, കൂടുതലായിട്ട് നാക്കിലായിരിക്കും, പാലറ്റിൽ കാണാം, ഓറോഫാരിങ്സിൽ ആയിരിക്കും. സാധാരണഗതിയിനെക്കാട്ടിൽ നല്ല ക്രോണിക് സിവിയർ ആയിട്ടുള്ള പൂപ്പൽ ബാധയായിരിക്കും ഇത്. സീഡോമെംബ്രൈനസ് അല്ലെങ്കിൽ എരിത്രോമാറ്റസ് ടൈപ്പുള്ള പൂപ്പൽ ബാധയായിരിക്കും വരുന്നത്. രണ്ടാമത് ആയിട്ട് കാണുന്നത് ആണ് ഹെയറി ലൂക്കോപ്ലക്കിയ എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. ഇത് നാവിന്റെ സൈഡിൽ ആണ് ഇത് കാണുന്നത്. ഇത് എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സ്ക്രേപ്പ് ഈ നാവിന്റെ സൈഡിലായിട്ടാണ് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഹെയർസ് പോലെ ഇങ്ങനെ ലൈൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ് ഇതാക്കുന്നത്. ഇത് നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഇളവി പോവില്ല. പക്ഷെ നമ്മൾക്കറിയാം, നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഇമ്മ്യൂൺ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്ന പേഷ്യൻസിലും ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത് ആയിട്ട് കാണുന്നതാണ് കാപ്പോസി സാർക്കോമ. ഇത് ഒരു ക്യാൻസർ ആണ്. ഇത് നമ്മുടെ ജിഞ്ചേവയിലൊക്കെ വരുന്നതാണ്. ഇത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് HIV ആയിട്ടുള്ള പേഷ്യന്റിൽ കാണുന്ന ഒരു ക്യാൻസർ ആണ്. ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ ജിഞ്ചേവൽ എരിത്തീമയാണ്. ഇതെന്ന് പറഞ്ഞാൽ മോണയോട് ചേർന്ന് റെഡിഷ് ആയിട്ടോ അല്ലെങ്കിൽ പിങ്കിഷ് ആയിട്ടോ ഒരു നേരിയ ലീനിയർ ആയിട്ടുള്ള ഒരു തിൻ എരിത്രമാറ്റസ് ഏരിയ ആണ്. നമുക്കത് ഈക്വൽ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്രോട്ടൈസിങ് അൾസറേറ്റീവ് ജിഞ്ചൈവിറ്റീസ് ആണ്. ഇതൊരു പ്രത്യേക തരം മോണരോഗമാണ്. ഇനി ഇതിലും സിവിയർ ആയി കഴിഞ്ഞ് നല്ല സിവിയർ ആയിട്ടുള്ള ബോൺ ലോസും വന്ന് നമ്മുടെ പല്ല് തന്നെ ഇളകി പോകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ നെക്രോട്ടൈസിങ് അൾസറേറ്റീവ് പെരിയോഡോണ്ടൈറ്റിസ് എന്നും പറയുന്നത്. അപ്പം ഇത്രയും. പിന്നെ ഒരു ഇതും കൂടി ഉണ്ട്, നോൺ ഹോഡ്കിൻസ് ലിംഫോമ എന്ന് പറയും. ഇത് ഒരു ട്യൂമറസ് സ്വെല്ലിംഗ് ആണ്. ഇതൊരു കോമൺ ലീഷൻ ആണ്. ഇതും എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്. സ്മൂത്ത് ആയിട്ടോ അല്ലെങ്കിൽ അൾസറേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഇത് ഈ ഒരു സ്വെല്ലിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഫിസിഷ്യനെ പോയി കാണിക്കേണ്ടത് ആണ്. ഇനി നമ്മൾ അടുത്ത കാറ്റഗറി ഗ്രൂപ്പ് 2 കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ലെസ് കോമൺ അസോസിയേറ്റഡ് ആയിട്ടുള്ളതൊക്കെയാണ് പറയുന്നത്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെലനോട്ടിക് ഹൈപ്പർ പിഗ്മെന്റേഷൻ, അൾസർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്, ഹെർപ്പസ് സിംപ്ലസ് വൈറസ്, ഹെർപ്പസ് സൂസ്റ്റർ, സലൈവ. ഇനി എന്ന് പറഞ്ഞാൽ ലീഷൻസ് അസോസിയേറ്റഡ്, തേർഡ് ഗ്രൂപ്പാണ് ലീഷൻസ് അസോസിയേറ്റഡ് വിത്ത് HIV ഇൻഫെക്ഷൻസിലാണ്. റിഗറൻ്റ് ആയിട്ട് ആഫ്തസ് അൾസർ, മൊളുസ്കം കൊണ്ടാജിയോസം, ലൈക്കനോഡ് റിയാക്ഷൻസ്, എറിത്തീമ മൾട്ടിഫോമെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓറലി കാണുന്ന മാനിഫെസ്റ്റേഷൻസ്, വായിൽ പ്രകടമായ ലക്ഷണങ്ങൾ. ഇതിലേതെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നമ്മുടെ ഫിസിഷ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെയോ പോയി